കൊച്ചിയിൽ ഇപ്പോൾ വരുന്നൊരു വാർത്ത, കനത്ത മഴയിൽ മരം വീണ് ട്രാൻസ്ഫോമർ തകർന്നുവെന്ന വാർത്തയാണ്. വൈറ്റില അരൂർ ദേശീയപാതയോട് ചേർന്നാണ് അപകടമുണ്ടായത്. തൈക്കുടം പാലത്തിന്റെ അപ്രോച്ച് റോഡിൽ നിന്ന മരം കടപുഴകി വീണു. മുഴുവായത് വലിയ ദുരന്തമാണ്. ലേബി സജീന്ദ്രനുണ്ട്. ലേബി, ഗുഡ് മോർണിംഗ്. ലേബി, വൺസ് അഗെയിൻ, ഇത് വൈദ്യുതി പ്രവഹിച്ചുകൊണ്ടിരുന്ന ട്രാൻസ്ഫോമർ ആണോ കടപുഴകി വീണത്? ആരും പരിസരത്തില്ലാതിരുന്നതും വാഹനങ്ങളൊന്നും വരാതിരുന്നതും വലിയൊരു അപകടമാണ് ഒഴിവായത് എന്നാണ് മനസ്സിലാക്കുന്നത്. കാണുമ്പോൾ തന്നെ പേടിയാവുന്നു. എപ്പോഴാണ് ഈ സംഭവം, ലേബി? ഡോക്ടർ, ഇന്നലെ മഴ തുടങ്ങി അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ 7 മണിയോട് കൂടിയാണ് അപ്രോച്ച് റോഡ്, അതായത് തൈക്കൂടം പാലത്തിന്റെ അപ്രോച്ച് റോഡിന്റെ സൈഡിൽ നിന്ന് മരം കടപുഴകി താഴേക്ക് വീഴുകയായിരുന്നു. ഭാഗ്യമെന്ന് പറയാം, അല്ലെങ്കിൽ വൻ ദുരന്തമാണ് ഉണ്ടാകേണ്ടത്. ഈ മരം കടപുഴകി വീണിട്ട് ഈ വീടിന്റെ ഭാഗത്തേക്കാണ് വീണത്. നോക്കുക, ഈ കമ്പികളിലേക്ക് വീണു. ഈ കമ്പികളിലേക്ക് വീണതിന്റെ ബലത്തിലാണ് തൊട്ടപ്പുറത്തെ ട്രാൻസ്ഫോമർ താഴേക്ക് പതിച്ചത്. എപ്പോഴായിരുന്നു ചേട്ടാ അപകടം? മഴ സമയത്താണ്. ഇവിടെ ആരും ഇല്ലായിരുന്നത് കൊണ്ട് അകത്തായിരുന്നു. ഇവര് പുള്ളി മുകളിൽ താമസിക്കണേ. ആ സമയത്ത് വൈദ്യുതി ഉണ്ടായിരുന്നോ കമ്പിയിൽ? ഭയങ്കര സൗണ്ടായിരുന്നു. ഞങ്ങളൊരു ദൈവം എല്ലാം കൂടി ഇടിഞ്ഞു പൊളിഞ്ഞത്. കമ്പിയിൽ വൈദ്യുതി ഉണ്ടായിരുന്നല്ലോ സമയത്ത്. പിന്നെ കത്തിപ്പെട്ടാന്ന് പൊട്ടണല്ലേ, ഇറങ്ങാൻ പറ്റാൻ പേടിച്ചു പോയി. പിന്നെ എപ്പോഴാണ് ഇതൊക്കെ അണച്ചത്? പിന്നെ ഒരു 10-9 മണിയായപ്പോ അവിടെ KCB ആള് വന്ന്. അപ്പൊ അതുവരെയും പേടിച്ച് നിങ്ങൾ അകത്തിരിക്കരുത്. ആരുമായിട്ട് ബന്ധപ്പെടാൻ പറ്റില്ല, ഇടിപെട്ട് ഫോൺ ചെയ്യാൻ പറ്റുന്നില്ല. ഒന്ന് ഓർത്ത് നോക്കുക ഡോക്ടർ അരുൺ, ഫോൺ ചെയ്യാൻ പറ്റുന്നില്ല. ഇവർ ഇതിനകത്ത് കുടുങ്ങിയിരിക്കുന്നു. ഈ ഭാഗത്തേക്ക്, ഈ വീടിന്റെ മുകളിലേക്കാണ് വീണതെങ്കിൽ അവരുടെ രണ്ടുപേരുടെയും അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇന്നലെ ഭയന്ന് പോയല്ലേ? ഒരു കാര്യം കൂടെ കാണിച്ചു തരികയാണ് ഡോക്ടർ അരുൺ. ഇത് മഴക്കെടുതിയുടെ പട്ടികയിലല്ല പെടുത്തേണ്ടത്. ഇത് ദേശീയപാത അതോറിറ്റിയുടെ അനാസ്ഥയുടെ പട്ടികയിലാണ് പെടുത്തേണ്ടത്. ഇത് അപ്രോച്ച് റോഡാണ്. അരൂർ വൈറ്റില ദേശീയപാതയിലെ അപ്രോച്ച് റോഡിന്റെ താഴെയാണ് നമ്മൾ നിൽക്കുന്നത്. ഈ അപ്രോച്ച് റോഡിന്റെ സൈഡിലെല്ലാം കുറച്ച് മണലുണ്ടെങ്കിൽ അവിടെ മരം വളരുകയാണ്. ദേശീയപാത അതോറിറ്റി ഇതൊന്നും കാണുന്നില്ല. ദേശീയപാത അതോറിറ്റിയുടെ സൈഡിൽ മരം വീഴുമ്പോൾ, ഈ മരം അപ്പുറത്ത് വീണപ്പോൾ ഈ ലൈൻ കമ്പികളുടെ എല്ലാം മേലേക്ക് മരം പതിച്ചപ്പോൾ ട്രാൻസ്ഫോമർ തകർന്നു കിടക്കുന്നു. ഇവിടെയെല്ലാം സ്ഥിരം ആളുകൾ നിൽക്കുന്ന പ്രദേശമാണ്. ഈ ട്രാൻസ്ഫോമറിന്റെ കാര്യത്തിലും പരാതി നാട്ടുകാർ പറയുന്നുണ്ട്. ഇത് കണ്ടോ ഡോക്ടർ അരുൺ, ഇതിന്റെ തുരുമ്പിച്ച് നിൽക്കുകയാണ് ഇതിന്റെ താഴ്ഭാഗം. ഈ ട്രാൻസ്ഫോമറിന്റെ അവസ്ഥയാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിന്റെ കൂട്ടുത്തരവാദിത്വം എല്ലാവർക്കും ഉണ്ട്. ഇത് കാണുക ഡോക്ടർ അരുൺ, 2 ഭാഗത്തും ഒന്ന് തള്ളിയാൽ മറിഞ്ഞു വീഴുന്ന അവസ്ഥയിലാണ് ട്രാൻസ്ഫോമർ നിന്നത്. ട്രാൻസ്ഫോമറിന്റെ ആ കമ്പികളിലേക്ക് വീണു. കട്ടായി പോകുന്നതിന്റെ പീസാണത്. അതെല്ലാം ഇരുമ്പിന്റെ പീസ്. അതെല്ലാം ഈ അതായത് ട്രാൻസ്ഫോമറിന്റെ അടിയിലെ ഇരുമ്പിന്റെ അതിന്റെ പീസാണിത്. അതെല്ലാം ഒടിഞ്ഞു പോകുന്ന, എല്ലാം കട്ടായി പോകുന്നു. ഇത് വളരെ ദ്രവിച്ചാണ് ഇരിക്കുന്നത്. ഈ അവസ്ഥയില് ഇത് പോയിരിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വൻ ദുരന്തമാണ് ഒഴിവാക്കിയത്. ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഉടനടി പരിശോധിക്കുകയും ആളുകളുടെ ജീവന്റെ അപകടം ഒഴിവാക്കുകയും ചെയ്യേണ്ട അടിയന്തര ആവശ്യമാണ്. തീർച്ചയായും ഡോക്ടർ ഉണ്ട്. നോക്കുക, ഈ ഭാഗത്തിന്റെ പ്രത്യേകത നോക്കുക. വലിയ വാട്ടർ പൈപ്പ് കടന്നു പോകുന്നു. ഈ ഭാഗത്തെല്ലാം എപ്പോഴും ഇതിന്റെ അവസ്ഥ നോക്കുക ഡോക്ടർ അരുൺ. ഇവിടെ എല്ലാം തുരുമ്പിച്ചാണ് ഇതെല്ലാം ഇരിക്കുന്നത്. ഇതിനെ ഏറ്റവും ഈ സമയത്ത് തുരുമ്പിച്ച ട്രാൻസ്ഫോമറിന്റെ അവസ്ഥ നമ്മൾ പറയണം, മഴക്കെടുതിയുടെ അവസ്ഥ പറയണം. അപ്പോഴും നമ്മൾ പറയുന്നത് എങ്ങനെയാണ് ദേശീയപാതയുടെ സൈഡിൽ ഇങ്ങനെ മരങ്ങൾ നിൽക്കുന്നത്, പന വരെ നിൽക്കുകയാണ്. ഇത് നമ്മൾ നേരത്തെ ലോക്കൽ ഫോക്കസിൽ ഈ ഒരു ദേശീയപാതയുടെ ശ്രദ്ധയിൽ നമ്മൾ പെടുത്തിയതാണ്. പരിഹാരം ഉണ്ടായിട്ടില്ല. നോക്കുക, ഈ പാലം മുഴുവൻ, ഇതിന്റെ എല്ലാ വശങ്ങളും, ഇവിടെയൊന്നും മണ്ണില്ല. അല്പം മണൽ കിടക്കുന്നിടത്തെല്ലാം മരം പന്തലിച്ച് വളരുകയാണ്. ഈ മരങ്ങളൊന്നും വെട്ടിമാറ്റുന്നില്ല. ഇതെല്ലാം ഇനിയും ഈ സൈഡിലെല്ലാം വീടുകളാണ്. ഒരു മഴ വന്നാൽ ഇതുപോലെ വേരുകളില്ലാത്ത മരം ഏത് നിമിഷവും താഴേക്ക് പ്രവഹിച്ചുകൊണ്ടിരുന്നത്. ആ സമയത്ത് ആരുടെയെങ്കിലും ദേഹത്ത് വീണിരുന്നെങ്കിൽ അവർ ശരിക്കും പറഞ്ഞാൽ കരിഞ്ഞു പോയാൽ. ആ വീട്ടിന്റെ മണ്ടേക്കൊക്കെ വീണിരുന്നെങ്കിൽ, വല്ലാതെ ഇതൊന്നും അറിയാതെ ആളുകൾ പുറത്തിറങ്ങിയിരുന്നെങ്കിലും ഒക്കെ വലിയ അപകടമുണ്ടായേനെ. എന്തായാലും ആരുടെയൊക്കെയോ ഭാഗ്യത്തിനൊരു വലിയ ദുരന്തം ഒഴിവായി, അല്ലേ ലേബി? അത് കിടക്കുന്ന കിടപ്പ് കണ്ടിട്ട് നമുക്ക് തന്നെ ടെൻഷൻ ആവുന്നു. ഇത് എപ്പോഴാണ് പിന്നീട് വൈദ്യുതിയൊക്കെ കട്ട് ചെയ്തത്? ഡോക്ടർ ഇന്നലെ 7:30 കൂടിയാണ് ഇത് സംഭവിക്കുന്നത്. അതിനുശേഷം ഈ വീട്ടുകാർ ഇതിൻ്റെ ഉള്ളിൽ കുടുങ്ങിക്കിടക്കുകയാണ്. വലിയ ഇടിമിന്നൽ, ഇവിടെ ഈ പറയുന്നത് പോലെ ഇവർക്ക് ഫോൺ ചെയ്യാൻ ധൈര്യം വരുന്നില്ല. ഇവർ ഭയന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ ഈ കമ്പിയിൽ നിന്ന് വൈദ്യുതി പ്രവാഹം ഇങ്ങനെ പൊട്ടിത്തെറിച്ചുകൊണ്ട് തീ കണയുന്നു എന്നാണ് ഇവർ പറയുന്നത്. ഇവർ ഭയന്ന് ഇതിനകത്തിരിക്കുന്നു. അതിനുശേഷം എപ്പോഴാണ് ഇങ്ങോട്ട് വന്ന് ഈ വൈദ്യുതിയൊക്കെ വിച്ഛേദിച്ച് കളഞ്ഞത്?
6 മണിയാ സമയമുണ്ടല്ലോ. അല്ല 6 മണിക്ക് ഇതുണ്ട്, 7 മണിയോട് കൂടി ഉണ്ടാകുന്നു. ഈ ചേച്ചിയാണ്, ഈ വീട്ടിലെ ചേച്ചിയാണ്. ഇലക്ട്രിസിറ്റിയിൽ നിന്ന് ആൾക്കാർ വന്ന് നോക്കിയിട്ട് പോയപ്പോൾ ഒരു 9 മണിയൊക്കെ ആയിട്ടുണ്ട്. അതിനുശേഷമാണ് ഈ കറണ്ട് ഒക്കെ വിച്ഛേദിച്ച് കളയുന്നത്. അതുവരെയും ഇങ്ങനെ പൊട്ടിത്തെറിച്ചോണ്ട് ഇല്ല, പൊട്ടിത്തെറിച്ചില്ല, തനിയെ ഓഫായി പോയി തന്നെ. അപ്പൊ ഈ സമയത്തൊക്കെ ചേച്ചി സാധാരണ ഇതിലൂടെ നിങ്ങൾക്ക് നടക്കുന്നില്ല? ഇല്ല, ഞങ്ങൾ നടക്കുന്നത്, ഞങ്ങൾ ഇവിടെ ഒക്കെ നിൽക്കുന്ന ആൾക്കാരായിരുന്നു. കസാരയിട്ട് ഇവിടെ ഇരിക്കുവായിരുന്നു ഞങ്ങള്. പുറത്തേക്ക് പറയാനും പറ്റിയില്ല, പേടിച്ച് ഭയങ്കര കാറ്റും മഴയെ. ശരി, അതായത് ഡോക്ടർ 2 മണിക്കൂറോളം ഇവർ ഭയന്നതിനകത്തിരുന്നു. 9 മണിയോടുകൂടി KCB അധികൃതർ വരുന്നു. ആ സമയം വരെ ഇവർക്ക് ഇതിനകത്ത് വൈദ്യുതി ഉണ്ടോ അറിയില്ല, പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. ദേശീയപാത അതോറിറ്റിയുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് വഴിയരികിൽ നിൽക്കുന്ന മരങ്ങൾ വലിയ പാരയായി മാറുന്നുണ്ട്. ഈ മരങ്ങളൊക്കെ വീഴുന്നത് ഈ വൈദ്യുതി കമ്പിയുടെ മുകളിലേക്കാണ്. ട്രാൻസ്ഫോമറാണ് ഇപ്പോൾ വീണിരിക്കുന്നത്. ആ ട്രാൻസ്ഫോമറിന്റെ അടിഭാഗം കണ്ടില്ലേ, ഒന്ന് തള്ളിയ അങ്ങ് മറിഞ്ഞു വീഴുന്ന അവസ്ഥയിലേക്ക് പഴകി ദ്രവിച്ചിരിക്കുന്ന, തുരുമ്പെടുത്തിരിക്കുന്ന ട്രാൻസ്ഫോമറുകളാണുള്ളത്. ഇതൊക്കെ പരിശോധിക്കേണ്ട ആളുകളൊക്കെ എന്ത് ചെയ്യുകയാണോ എന്നും. KCB ആണെങ്കിലും തദ്ദേശ വകുപ്പാണെങ്കിലും കോർപ്പറേഷൻ ആണെങ്കിലും ഇതൊക്കെ പരിശോധിച്ച് വിറ്റ്നസ് ഒക്കെ കൊടുക്കണ്ടേ? ഇല്ലെങ്കിൽ ഈ ജനങ്ങളുടെ ജീവൻ വെച്ചല്ലേ കളി. ആ പാവപ്പെട്ട മനുഷ്യരുടെ ദേഹത്ത് വീണെങ്കിൽ എന്തായിരുന്നതിന്റെ അവസ്ഥ? ഒരു വലിയ ട്രാൻസ്ഫോമർ അപ്പാടെ വീണിരിക്കുകയാണ്, അതും വൈദ്യുതി പ്രവഹിച്ചുകൊണ്ടിരുന്ന ട്രാൻസ്ഫോമർ. അടുത്ത കാണുന്ന മനുഷ്യരുണ്ടായിരുന്നെങ്കിൽ കരിഞ്ഞു പോകുമായിരുന്നു. അത്രയ്ക്ക് വോൾട്ടുള്ള കറണ്ടല്ലേ അതിനകത്തൂടെ പോകുന്നത്. ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ അധികാരികൾ, പ്രത്യേകിച്ച് KCB, ഒപ്പം കോർപ്പറേഷൻ, ദേശീയപാത അതോറിറ്റി. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സമയം 7 മണി കഴിഞ്ഞ് 39 മിനിറ്റ് ആയിരിക്കുന്നു. നമ്മുടെ നാട്ടിൽ എന്തൊക്കെയാണ് നടക്കുന്നത് അല്ലേ?